മിന്നൽ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ പഠനത്തിൽ എവിടെ നിൽക്കുകയാണെങ്കിലും, അതായത് ഇനി പഠിച്ചു തുടങ്ങാൻ പോകുന്നവരാണെങ്കിലും ഓൾറെഡി പഠനം തുടങ്ങിയവരാണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ഈ ഒരു മിന്നൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. 4 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ 4 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സാം 90 ദിവസത്തിനുള്ളിൽ നല്ല റാങ്കോടുകൂടി പാസ്സാവാൻ സാധിക്കും. നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്, സമയം കുറവാണ്, കോമ്പറ്റീഷൻ ഉണ്ട്. എക്സാം വന്ന ഉടനെ ആദ്യമേ കയറി എന്തെങ്കിലും അങ്ങ് പഠിക്കുകയല്ല വേണ്ടത്. എന്താണ് നിങ്ങൾ അടുത്ത 90 ദിവസം ചെയ്യാൻ പോകുന്നതെന്നൊന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് പോകും. അങ്ങനെയല്ല. ഞാൻ ഇന്നുള്ളതിനേക്കാൾ ബെറ്റർ ആണോ നാളെ, അതിനേക്കാൾ ബെറ്റർ ആണോ അതിൻ്റെ അടുത്ത ദിവസം, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ മിന്നൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് പഠിച്ചു നോക്ക്. നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ KCB ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്ക് പഠിക്കാനായി നമ്മുടെ കയ്യിലുള്ളത് 90 ദിവസമാണ്. ഈ 90 ദിവസം ഏറ്റവും എഫക്റ്റീവായി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ വേണം. അങ്ങനൊരു മിന്നൽ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ പഠനത്തിൽ എവിടെ നിൽക്കുകയാണെങ്കിലും, അതായത് ഇനി പഠിച്ചു തുടങ്ങാൻ പോകുന്നവരാണെങ്കിലും ഓൾറെഡി പഠനം തുടങ്ങിയവരാണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ഈ ഒരു മിന്നൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. സീരിയസ് ആയിട്ട് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഓക്കെ, ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലാസ് ഫുള്ള് അപ്ലോഡ് ചെയ്ത് തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഒരാഴ്ച പോലും എടുത്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ സിലബസ് പ്രകാരമുള്ള എല്ലാ ക്ലാസ്സുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 125 പ്രാക്ടീസ് ടെസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാക്ടീസ് ടെസ്റ്റുകൾ ഓരോന്നിനും വ്യക്തമായിട്ടുള്ള സൊല്യൂഷനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഉണ്ട്. അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളത് നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് എഴുതിയേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് സ്പീഡും ആക്യുറസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠനത്തിന് ഏത് സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിലും, സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും ഓൾറെഡി പഠിച്ചു തുടങ്ങിയവരാണെങ്കിലും നിങ്ങൾക്കായി 45 ഡേയ്സിൻ്റെയും 60 ഡേയ്സിൻ്റെയും വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇതിനും വേണ്ടിയിട്ടുള്ള റിവിഷൻ പ്ലാനും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് റിവിഷന് വേണ്ടി എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് പറയാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠനം തുടങ്ങാൻ പോകുന്നവർക്കാണെങ്കിലും ഓൾറെഡി പഠിച്ചു തുടങ്ങിയവർക്കാണെങ്കിലും ഈ മിന്നൽ സ്റ്റഡി പ്ലാൻ ഒരു മുതൽക്കൂട്ടായിരിക്കും. കേട്ടിരിക്കുക. ഇനി ഈ ഒരു സ്റ്റഡി പ്ലാനിൽ 4 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ 4 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സാം 90 ദിവസത്തിനുള്ളിൽ നല്ല റാങ്കോടുകൂടി പാസ്സാവാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ടാവും. നിങ്ങൾ നോക്കുക, അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് നോക്കുക, അതിൽ എത്രത്തോളം ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് നോക്കുക, അത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നോക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പഠനത്തിൽ അത് ഉൾപ്പെടുത്തുക. ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. ഞാൻ പറഞ്ഞു KCB ഇലക്ട്രിസിറ്റി വർക്കറിന് വേണ്ടിയുള്ള 90 ഡേയ്സ് മിന്നൽ സ്റ്റഡി പ്ലാൻ ആണത്. ഇതിൽ ഞാൻ 4 കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതനുസരിച്ചേ ഇനി നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്, സമയം കുറവാണ്, കോമ്പറ്റീഷൻ ഉണ്ട്. ഇനി എന്താണ്, നിങ്ങൾ ആദ്യമേ തന്നെ കയറി ഇപ്പോൾ സിലബസ് എക്സാം വന്ന ഉടനെ ആദ്യമേ കയറി എന്തെങ്കിലും അങ്ങ് പഠിക്കുകയല്ല വേണ്ടത്. എന്താണ് നിങ്ങൾ അടുത്ത 90 ദിവസം ചെയ്യാൻ പോകുന്നതെന്നൊന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. അതാണ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ പ്ലാൻ എങ്ങനെ ചെയ്യണം എന്ന് ഉൾപ്പെടെ ഞാൻ പറയുന്നുണ്ടാവും. എത്ര ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കണം, എത്ര ദിവസം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റിവിഷൻ പ്ലാൻ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? പഠിക്കുമ്പോൾ, ക്ലാസ് കണ്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? റിവിഷൻ നടത്തുമ്പോൾ, ഇങ്ങനൊരു പരീക്ഷയ്ക്ക് റിവിഷൻ നടത്തുമ്പോൾ, റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിനോടൊപ്പം പരീക്ഷകൾ എഴുതുമ്പോൾ, ടെസ്റ്റുകൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ 4 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ 90 ദിവസം ഏറ്റവും മികച്ച രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ച് മുന്നേറാം. എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിനെ പാരലായിട്ട് ചെയ്യണം. ഇത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാം എന്നുള്ളതല്ല. അതെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. പഠിക്കുന്ന കാര്യം, റിവിഷൻ, പ്രാക്ടീസ് ടെസ്റ്റുകൾ, ഇത് 3ഉം ഈ പഠനത്തിൻ്റെ ഈ സ്റ്റഡി പ്ലാനിൻ്റെ ഏറ്റവും കാതലായ 3 കാര്യങ്ങളാണ്. എന്നാൽ ഈ 3 കാര്യങ്ങളും പാരലായി ഒരുമിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റിവൈസ് ചെയ്യാം, അത് റിവിഷൻ എല്ലാം കഴിഞ്ഞ്, പഠനവും റിവിഷൻ കഴിഞ്ഞ് ഞാൻ അവസാനത്തെ കുറച്ച് ദിവസം പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള ധാരണയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. ഇത് എല്ലാം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഈ പറയുന്ന പോലെ എക്സാമിൻ്റെ എന്നുള്ള നിരാശയിലേക്കായിരിക്കും. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉൾപ്പെടെ പഠിക്കുന്ന കാലത്ത് ചിന്തിച്ചത് എന്താണ്? എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട്, എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് പോകും. അങ്ങനെയല്ല. നിങ്ങളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന പ്രാക്ടീസ് ടെസ്റ്റിൽ തോൽക്കുക തന്നെ വേണം. അപ്പോൾ
പഠനത്തിനോടൊപ്പം തന്നെ റിവിഷൻ എല്ലാ ദിവസവും നടത്തണം. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ടെസ്റ്റുകളും എഴുതിയിരിക്കണം. ക്ലിയർ ആണോ? അത് ഞാൻ ഓരോന്നും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ടാർഗറ്റും കൂടി സെറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ആ ടാർഗറ്റ് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഒരു ടാർഗറ്റ് ഇല്ലാതെ പഠിച്ചാൽ നമുക്ക് ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്, ഒരു റേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ ഓരോ ദിവസം നമ്മൾ മറ്റുള്ളവരുടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ പഠിക്കുന്നുണ്ടോ പഠിക്കാതിരിക്കുന്നുണ്ടോ, അവരെന്നേക്കാൾ കൂടുതൽ പഠിക്കുക, അതൊന്നും നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യമില്ല. ഞാൻ ഇന്നുള്ളതിനേക്കാൾ ബെറ്റർ ആണോ നാളെ, അതിനേക്കാൾ ബെറ്റർ ആണോ അതിൻ്റെ അടുത്ത ദിവസം, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ ഒരു റേസ് നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നോക്കുക, പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ 90 ദിവസത്തെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഇപ്പോഴേ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ 90ാമത്തെ ദിവസം പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എത്ര മണിക്കൂറാണോ പഠിക്കുന്നത്, ഇന്ന് 1 മണിക്കൂർ 2 മണിക്കൂറാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു ടൈം വെച്ചിട്ട് നാളെ തൊട്ട് എന്നാൽ ഇതിൻ്റെ 2 ഇരട്ടി പഠിക്കാം, അങ്ങനെ ആർക്കും പറ്റില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ആണ് ദിവസം പഠിക്കുന്നതെങ്കിൽ അത് അടുത്ത ദിവസം 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, 1 മണിക്കൂറും കൂടെ കൂട്ടുക. പയ്യെ കൂട്ടി വരിക. ഒറ്റ ദിവസം കൊണ്ട് 10 മണിക്കൂർ 15 മണിക്കൂർ ഒന്നും പഠിക്കാനായിട്ട് ചിന്തിക്കരുത്. ആരെ കൊണ്ടും പറ്റില്ല. അതൊരു കാര്യം. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യം എന്താണ്. ഇത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. വേറെ ആര് വിചാരിച്ചാലും നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റില്ല. ഡെയിലി ഒരു 3 മുതൽ 6 മണിക്കൂർ വരെ ഇനി നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് 90 ദിവസമാണുള്ളത്. അപ്പോൾ 3 മുതൽ 6 മണിക്കൂർ വരെ എല്ലാ ദിവസവും പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ 2 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണ്. ഒറ്റ ദിവസം കൊണ്ട് എന്നാൽ നാളെ തൊട്ട് 6 മണിക്കൂറാക്കാം. ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റില്ല, ഒരു കുഴപ്പമില്ല. നാളെ നിങ്ങൾക്ക് 2.5 മണിക്കൂറാക്കാമല്ലോ, അത് മറ്റന്നാൾ 3 മണിക്കൂറാക്കാമല്ലോ. പയ്യെ അത് 6 മണിക്കൂറാക്കുക. ഇനി ഈ 6 മണിക്കൂർ ഞാൻ പറയുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ നടത്തണം. അപ്പോൾ ഈ 6 മണിക്കൂറിൽ ഞാൻ 4 മണിക്കൂർ ക്ലാസ് കാണാനും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും 2 മണിക്കൂർ റിവിഷനും വേണ്ടി മാറ്റിവെക്കുക. എല്ലാ ദിവസവും പഠനം എല്ലാം കഴിഞ്ഞിട്ട് റിവിഷൻ നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റിവിഷനിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല, ഒന്നും ഓർമ്മ കാണില്ല, ഒന്നേന്ന് പഠിക്കേണ്ടി വരും. അപ്പം റിവിഷൻ ആയിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും റിവിഷൻ നടത്തണം. ആ ഒരു കാര്യം നടത്തുക. ഇനി നേരത്തെ പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസ് പ്രകാരമുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ടു തീർത്തിരിക്കണം. അതായത് ഓഗസ്റ്റ് 15 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം തീർന്നിരിക്കണം, സിലബസ് എല്ലാം കണ്ടു തീർത്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇനി ഇപ്പോൾ ലേറ്റായിട്ട് പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്യാം. അതായത് റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് ഓഗസ്റ്റ് 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ച് തീർത്താൽ മതി. അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 60 ദിവസം തന്നിട്ടുണ്ട്, 2 മാസം കൊണ്ട് സിലബസ് ഫുള്ള് തീർക്കുക. പക്ഷേ നിങ്ങൾക്ക് അത് തീർക്കണമെങ്കിൽ നിങ്ങൾ ദിവസവും എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ആ കാര്യം ഓർക്കുക. അതിപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്താലേ നടക്കുള്ളൂ. ടാർഗറ്റ് 1, ആദ്യത്തെ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യം ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട എന്താണ്, ഫസ്റ്റ് ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട എന്താണ്. KCB വർക്കറിനുള്ള പരീക്ഷയല്ല നിങ്ങൾ ആദ്യത്തെ ടാർഗറ്റ് 6 മണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കുക എന്നുള്ള, അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിച്ചിരിക്കും എന്നുള്ള ഒരു ലക്ഷ്യം നടപ്പിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാർഗറ്റ്. അത് നിങ്ങൾ ചെയ്യുക. ക്ലിയർ ആണോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ. ഇതായിരിക്കണം നിങ്ങളുടെ പ്ലാൻ. അപ്പോൾ സിലബസ് തീർക്കുന്നതിന് ഒരു പ്ലാനായി. കാരണം ഈ ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വെറുതെ ഇരിക്കാനല്ല, പിന്നെ റിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ 45 ദിവസം കൊണ്ട് തന്നെ ഫുൾ ക്ലാസ്സുകൾ തീർക്കുക. ഇനി ലേറ്റായിട്ട് പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ 30-ാം തീയതിക്കുള്ളിൽ, അതായത് 60 ദിവസം കൊണ്ട് സിലബസ് തീർക്കുക. അതിനുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത്. ഇനി ടാർഗറ്റ് 1 ക്ലിയർ ആണല്ലോ. 6 മണിക്കൂറെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ദയവ് ചെയ്ത് ഇതൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ? 6 മണിക്കൂർ കൂടുതൽ പഠിച്ചേ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഇന്ന് 1 മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്ക് നാളെ 6 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല. പടിപ്പടിയായിട്ട് എത്തുക. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രീസ് യുവർ സ്റ്റഡി അവേഴ്സ്. പഠിക്കുന്ന അവർ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ട് വരിക. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പ്ലാൻ ചെയ്യാവൂ. ഇനി രണ്ടാമത്, പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്, പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നോക്കുക. ക്ലാസ് എങ്ങനെ കാണണം. പലരും റാൻഡമായിട്ട് ഓരോ സബ്ജക്റ്റ് എടുത്ത് റാൻഡമായിട്ട് പഠിക്കുന്നതാണ്. അങ്ങനെയല്ല. നമ്മൾ തന്നിട്ടുള്ള ആ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് തീരുന്നത് വരെ അത് പഠിച്ചു തീർക്കുക.
ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ തന്നിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സിലബസ് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. സിലബസിൽ 2 വരിയെ കാണുള്ളൂ, പക്ഷേ അതിൽ നിന്ന് എന്ത് വേണോ ചോദിക്കാം. അപ്പോൾ സിലബസിനോടൊപ്പം തന്നെ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളും കൂടി മനസ്സിലാക്കുക. സിലബസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. നിങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യം ക്ലാസ് കാണാൻ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായി ഡെയിലി 3 മുതൽ 4 മണിക്കൂർ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഞാൻ പറഞ്ഞു 6 മണിക്കൂറെങ്കിലും പഠിക്കണം, ബാക്കി 2 മണിക്കൂർ എന്താണ്, റിവിഷനാണ്. ഇനി ക്ലാസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോട്ട്സ് ഷോർട്ടായി മാത്രം എഴുതുക. അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ, മറന്നു പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഷോർട്ട് നോട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതായത് 1 മണിക്കൂർ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് 1 പേജ് 1.5 പേജ് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കാര്യങ്ങളാണ് ഷോർട്ട് നോട്ടിൽ എഴുതേണ്ടത്. ആ കാര്യം കൂടെ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കണം. ഇനി ഇവിടുത്തെ ടാർഗറ്റ് എന്താണ്? നമ്മൾ നേരത്തെ ഒരു ടാർഗറ്റ് പറഞ്ഞു 6 മണിക്കൂർ പഠിക്കുക. ഇവിടുത്തെ ടാർഗറ്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ഓഗസ്റ്റ് 15-നോ, നേരത്തെ തുടങ്ങിയവരാണെങ്കിൽ ഓഗസ്റ്റ് 15-നുള്ളിൽ തന്നെ ഫുൾ സിലബസ് ക്ലാസ്സസും കണ്ടു തീർക്കുക. ലേറ്റായിട്ട് തുടങ്ങിയവരാണെങ്കിൽ 30-ന് മുമ്പ് തീർക്കുക. ഒരു വീക്കിൽ, അതായത് ഒരാഴ്ചയിൽ നിങ്ങൾ 50 മണിക്കൂറെങ്കിലും പഠിച്ചിരിക്കണം. അതായത് ഡെയിലി ഞാൻ പറഞ്ഞു 5 മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾ ഡെയിലി പഠിക്കണമെന്ന് പറഞ്ഞു. വീക്കെൻഡ് വരുമ്പോൾ സാറ്റർഡേയും സൺഡേയും എന്ത് ചെയ്യുക, 8 മുതൽ 10 മണിക്കൂർ കുത്തിയിരുന്ന് പഠിച്ചേ പറ്റുള്ളൂ. വേറെ വഴിയില്ല. ഇനി ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഓഫ് എടുത്തിട്ട് കുത്തിയിരുന്ന് പഠിക്കുക. നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിക്കുന്നുണ്ട്, പലരും ലീവ് എടുത്ത്, പലരും 3 മാസത്തേക്ക് ലീവ് എടുത്തൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ടൈം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ജോലിയോടൊപ്പം നിങ്ങൾക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ലീവ് എടുത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞു, ഇത് ഭാവിയിലേക്കാണ്. ഒരു ജോലി, ഗവൺമെന്റ് ജോലി 1 വർഷം കൊണ്ടാണ് ഈ ജോലിയുടെ അപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ കയ്യിൽ എത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഈ ത്യാഗങ്ങളൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. അതിൻ്റെതായ ഗുണം നിങ്ങൾക്കുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിചാരിക്കരുത്, കിട്ടാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ റാങ്ക് താഴെ ആകുമ്പോഴും ഞാൻ കുറച്ചുകൂടി ഒന്ന് മെനക്കെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ലീവ് എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടിയെന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകരുത്. ക്ലിയർ ആണോ ആ കാര്യം? അപ്പോൾ 2ാമത്തെ ടാർഗറ്റും നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം. ക്ലിയർ ആണേ? ഇനി അടുത്തത് എന്താണ്? ഞാൻ പറഞ്ഞു പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. അവിടുത്തെ ടാർഗറ്റ് പറഞ്ഞു 6 മണിക്കൂർ. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാൻ കാര്യം പറഞ്ഞു. എപ്പോഴാണ് ക്ലാസ് കണ്ട് തീർക്കേണ്ടത്, സിലബസ് കണ്ട് തീർക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി അടുത്തത് റിവിഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. അതായത് റിവിഷൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? റിവിഷൻ എങ്ങനെ ചെയ്യണം? ഡെയിലി 1 to 2 hours റിവിഷൻ മസ്റ്റ് ആണ്. എല്ലാം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാം നടക്കില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഒരു ദിവസം 3 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ 1 മണിക്കൂർ തലേന്നോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമോ പഠിച്ചതിൻ്റെ റിവിഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ മറന്നു പോകുന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കുക. അവരെല്ലാം റിവിഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവരും പറയുന്ന കാര്യമാണ്, എല്ലാവരും മറന്നു പോകും. അപ്പോൾ കൂടുതൽ റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞു സാറ്റർഡേ സൺഡേ 8 മുതൽ 10 മണിക്കൂർ വരെ പഠിച്ചേ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യം 30 മുതൽ 45 മിനിറ്റ് വരെ റിവ്യൂ ഓഫ് ഡെയിലി ടോപ്പിക്സ്. അതായത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ എടുത്ത് അന്നേ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓടിച്ചൊന്ന് നോക്കുക. റിവ്യൂ നടത്തുക ഓഫ് ഡെയിലി ടോപ്പിക്സ്. ക്ലിയർ ആണോ? നിങ്ങൾ രാവിലെ തൊട്ട് പഠിച്ചു തുടങ്ങുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ദിവസം പഠിച്ചത് ഇനി എത്ര കുറച്ചാണ് പഠിച്ചെങ്കിലും ഒരു സമയം എടുത്ത് എന്ത് ചെയ്യുക, ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൽ റിവിഷൻ, നമ്മൾ ഇത് നടത്തുന്ന റിവിഷനാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് കാണാം. ഇനി അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യണം. എല്ലാ ദിവസവും 125 ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ സബ്ജക്ട് ടെസ്റ്റ് എഴുതിയാലും നിങ്ങൾക്ക് എന്താണ് അത്രയും ഗുണമേ ഉള്ളൂ. അത്രയും ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ടെസ്റ്റിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓരോ ചോദ്യത്തിനും ഉണ്ട്. വെറുതെ ആൻസർ കീ മാത്രമല്ല തന്നിരിക്കുന്നത്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് കണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് നോട്ട്, നേരത്തെ എഴുതി വെച്ചേക്കുന്ന ഷോർട്ട് നോട്ട് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഇത് ചെയ്തൂടെ? ഇത്രയും ചെയ്യാം. ഇതാണ് നിങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യം. റിവിഷൻ സമയത്ത് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇവിടുത്തെ ടാർഗറ്റ് എന്താണ്? ഒരാഴ്ചയിൽ 7 പരീക്ഷ എഴുതിയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും ഒരു പരീക്ഷ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ 1 മാസം 30 ടെസ്റ്റ്. ഇതും നിങ്ങളുടെ ടാർഗറ്റാണ്. ഇതെല്ലാം അവസാന നിമിഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഓരോ ദിവസവും ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുമുലേറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ എന്താണ്, പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, പഠിക്കുമ്പോൾ ക്ലാസ്സസ് കണ്ട് തീർക്കേണ്ട കാര്യം പറഞ്ഞു, അതിൻ്റെ ടാർഗറ്റ് പറഞ്ഞു, റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ടെസ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും ഒരു ടെസ്റ്റ് എഴുതണമെന്ന് പറഞ്ഞു അല്ലേ. അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. നോക്കുക, പ്രാക്ടീസ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം. നിങ്ങൾ ടെസ്റ്റ് എഴുതുമ്പോൾ പലരും ടെസ്റ്റ് അവസാനം എഴുതുന്നത് എന്തിനാണ്? ഞാൻ ഫുള്ള് പഠിച്ചിട്ടില്ല, ഞാൻ ഫുള്ള് പഠിച്ചിട്ട് ഞാൻ വൃത്തിയായിട്ട് എഴുതാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരല്ല ടോപ്പിലേക്ക് വരുന്നത്. അങ്ങ് ധൈര്യമായിട്ട് എഴുതുക.
അതിൽ ഈ പറയുന്ന കിട്ടുന്ന മാർക്ക് ഞാൻ പറഞ്ഞില്ല 20 മാർക്കിലോ 30 മാർക്കിലോ 2 മാർക്ക് കിട്ടുന്നുള്ളൂ, കുഴപ്പമില്ല. ആ 2 മാർക്ക് നിങ്ങൾക്ക് അറിയാം, ബാക്കി 28 മാർക്ക് അറിയില്ല. എന്തുകൊണ്ട് അറിയില്ല? അത് പഠിക്കാൻ ശ്രമിക്കുക. അവിടെ എന്താണ് തെറ്റിയത്, അത് ആ എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, അതാണ് നിങ്ങളുടെ വിജയം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമ്മുടെ ടെസ്റ്റിലാണെങ്കിലും നമ്മളൊരു 10% ക്വസ്റ്റ്യൻസ് എല്ലാ ടെസ്റ്റിലും ബുദ്ധിമുട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ആവശ്യമില്ല, പക്ഷേ എന്നാലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ആ ഒരു മടുപ്പ് മാറണം. കാരണം അങ്ങനത്തെ ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കേരള PSC ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട് 10% ക്വസ്റ്റ്യൻസ്. അത് ആരും എഴുതണ്ടെന്ന് വിചാരിച്ച് എഴുതുന്ന ചോദ്യങ്ങളാണ്. അത് നിങ്ങൾ എക്സാമിന് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കും. മറിച്ച് നിങ്ങളുടെ എല്ലാ ദിവസമുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ മാർക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ആ ഓരോ ടെസ്റ്റിലുള്ള ചോദ്യങ്ങൾ പഠിക്കാനും അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ? ഇനി അടുത്തത് നിങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ഒരു ടെസ്റ്റ് എഴുതിയേ പറ്റൂ, വേറെ വഴിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് എഴുതാനിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇത് ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മുടെ ടോപ്പിലുള്ള നമ്മുടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ടോപ്പിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികളും ചെയ്തൊരു കാര്യമാണ് ടെസ്റ്റുകൾ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് എക്സാമിന് ആ ഒരു പേടി കാണില്ല, സ്പീഡ് കൂടും, ആക്യുറസി കൂടും. ഇതെല്ലാം ടെസ്റ്റ് എഴുതി പയറ്റിയാൽ മാത്രമേ നമുക്ക് ആ സ്കില്ല് കിട്ടുള്ളൂ. പഠിച്ചുകൊണ്ടിരുന്നാൽ അത് സ്കില്ല് കിട്ടില്ല. അതൊരു കഴിവുണ്ടാക്കി എടുക്കുകയാണ്. അതിനാണ് നമ്മൾ എല്ലാ ദിവസവും ടെസ്റ്റ് എഴുതാൻ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ലേൺ ത്രൂ ടെസ്റ്റ്, ടെസ്റ്റിലൂടെ പഠിക്കുക. ടെസ്റ്റ് എഴുതുമ്പോൾ കിട്ടാത്ത ചോദ്യങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. അതിലൂടെ കുറേ കൂടി പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അത് നോക്കി പഠിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലനേഷൻ മുഖ്യമാണ്. ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ആ ടെസ്റ്റിൻ്റെ ആ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ക്ലിയർ ആണോ? നിങ്ങൾ ടാർഗറ്റ് എന്താണ്? നിങ്ങൾ ഡെയിലി വീക്ക്ലി എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ മന്ത്ലി ഉള്ള ടാർഗറ്റ്സ് ടെസ്റ്റിൻ്റെ ആണെങ്കിലും ക്ലാസ്സിൻ്റെ ആണെങ്കിലും ടാർഗറ്റ് മീറ്റ് ചെയ്യുക. അതിലൂടെ സെൽഫ് ഇവാലുവേറ്റ്, ടെസ്റ്റ് എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇവാലുവേഷൻ നടത്താം. ഞാൻ എത്ര വരെ പഠിച്ചു, എന്തൊക്കെയാണ് എൻ്റെ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണ്. ഈ ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസും ഇത്രയും കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നമ്മൾ ആ എക്സ്പ്ലനേഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ചില ടിപ്പുകൾ, ട്രിക്സ്, ഈസി മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡ് ആ സൊല്യൂഷനിൽ കാണും. അത് നിങ്ങൾക്ക് പഠിക്കാം. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ കേരള PSC ചോദിക്കുന്ന ലെവലും സ്റ്റാൻഡേർഡും ഒക്കെ മനസ്സിലാവാം. വെറുതെ റാൻഡം ആയിട്ടൊരു ചോദ്യം ഇത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് ഇതൊന്നും എനിക്ക് പഠിക്കാനില്ല എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള IT ലെവലിലെ ക്ലാസ്സുകളും ടെസ്റ്റുകളുമാണ്. അപ്പോൾ അത് അത്രയെങ്കിലും വേണം. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഒരു ഓപ്പറേറ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ചോദ്യങ്ങൾ IT ലെവലിൽ തന്നെ ഇതിനു മുമ്പ് ചോദിച്ചുള്ള ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന ക്ലാസ്സുകളും ടെസ്റ്റുകളും ഒക്കെ തന്നിട്ടുള്ളത്. അത് പഠിച്ചിട്ട് പോവാം. മടി കാരണം ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കരുത്. ഇത്രയും മനസ്സിലാക്കാൻ ഈ 4 സെറ്റ് ഓഫ് പ്രാക്ടീസസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാണ്? പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, റിവിഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, ഇപ്പോൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസ്, ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠനം തുടങ്ങാൻ പോകുന്നവർക്കാണെങ്കിൽ നമ്മൾ 90 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 60 ദിവസം കൊണ്ട് സിലബസ് തീർക്കാം, 30 ദിവസം റിവിഷനാണ്. ഓഗസ്റ്റ് 30 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ തീർത്തിരിക്കുക. ഇനി പഠനം ഓൾറെഡി തുടങ്ങിയവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. 45 ദിവസം, ഓഗസ്റ്റ് 15 ആകുമ്പോൾ ക്ലാസ്സുകളെല്ലാം കണ്ടു തീർക്കുക. ചിലപ്പോൾ അത്രയും നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ്, ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ ഇത് ചെയ്യരുത്. ബാക്കി സമയം റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ 2 പ്ലാനും ഉണ്ട്. നിങ്ങൾ ഏത് സ്റ്റേജിലാണോ അതനുസരിച്ചുള്ള എന്ത് ചെയ്യുക, ആ ടൈം ടേബിൾ വെച്ച് നിങ്ങൾ നോക്കുക. ഈ ടൈം ടേബിൾ തന്നിരിക്കുക എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ഒന്ന് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ടൈം ടേബിൾ ലിസ്റ്റും തന്നിട്ടുള്ളത്. അത് ഇതുപോലത്തെ ലിസ്റ്റാണ്. നിങ്ങൾക്ക് അറിയാം ഓരോ ക്ലാസ്സും എങ്ങനെയാണെന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ നോക്കുക. ഇനി സിലബസ് നമുക്ക് അറിയാവുന്ന പോലെ 10 മോഡ്യൂൾസ് ആണ് തന്നിട്ടുള്ളത്. ഇനി ആ സിലബസിൽ നമ്മൾ ഓൾറെഡി ഇത്രയും അവേഴ്സ് തന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ 4 മോഡ്യൂൾ, അതായത് മോഡ്യൂൾ 1, 2, 3, 4 ക്ലാസ്സൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് നേരത്തെ കൂടി തന്നതാണ്. ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏകദേശം 120 അവറാണ് നമുക്ക് ക്ലാസ് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഈ 120 അവർ നിങ്ങൾക്ക് തീർക്കാനായിട്ട് 90 ദിവസമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അതിൽ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അത്രയും സമയം എടുത്ത് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. നമ്മൾ 45 ദിവസം കൊണ്ട് 60 ദിവസം കൊണ്ട് തന്നെ തീർക്കാം. 60 ദിവസം കൊണ്ട് ലേറ്റ് ആയിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് 2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ ക്ലാസ് തീർക്കാൻ പറ്റും. പക്ഷെ അതിലും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ഇതിന്റെ കൂടെ നമുക്ക് എന്തുണ്ട്, റിവിഷൻ ക്ലാസ്സസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണണം, അതും നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് സിലബസ് തീർക്കാൻ ഇത്രയും സമയം മതി.
പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സിലബസ് തീർക്കാൻ ഇപ്പോൾ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും എന്ത് ചെയ്താൽ മതി, 2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി. പക്ഷേ അത് പോരാ, റിവിഷനും കൂടി നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് ആണെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ലാസ്സിൽ നമ്മൾ സെലക്ടഡ് ക്ലാസ്സസ് ഫോർ ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സെലക്ടഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ മൊത്തം സിലബസ് കവർ ചെയ്ത് ഞാൻ ഇത് സമയത്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും കണ്ടിട്ട് പോവുക. ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ചില ക്ലാസ്സുകൾ മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. അതായത് ഒന്നും പഠിക്കാൻ പറ്റില്ല, ഒത്രയും സമയമില്ല, വേറെ ഒരു വഴിയില്ലെങ്കിൽ ഇത് മാത്രം കണ്ടിട്ട് പോവാം. എന്നാലും കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോൾഡറും കൂടി നിങ്ങൾക്ക് തരുന്നേ ഉള്ളൂ. നോക്കുക അവിടെ സെലക്ടഡ് ക്ലാസ്സസ് ഫോർ KCB വർക്കറിൽ അതുപോലെ തന്നെ റിവിഷൻ സീരീസ് ആയിട്ട് നമ്മൾ 2 ഫോൾഡറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നേരത്തെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സസ് ആസ് പെർ സിലബസ് എന്നുള്ള ഫോൾഡർ ഉള്ള വീഡിയോസ് മാത്രം കണ്ടാൽ മതി, ഇത് കാണണമെന്നില്ല. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണമെങ്കിൽ സെലക്ടഡ് ക്ലാസ്സസ് കാണാം. സമയം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ട് തീർക്കാം. ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സസിൻ്റെ ഫോൾഡർ ഓരോ മോഡ്യൂൾ വൈസ് തന്നിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സസ് ഇനിയും നമ്മൾ ആഡായി വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 30 ഇതിനപ്പുറത്തേക്ക് സിലബസ് തീർക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമില്ല, അത് മനസ്സിലാക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമ്മൾ 125 ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ സബ്ജക്ട് ടെസ്റ്റ് 55, മോഡ്യൂൾ വൈസ് ടെസ്റ്റ് 20, പാർട്ട് ടെസ്റ്റ് 20, മോക്ക് ടെസ്റ്റുകൾ 15, അതുപോലെ തന്നെ അഡ്വാൻസ് ലെവൽ കുറച്ച് ടെസ്റ്റ് ഒരു 15 ടെസ്റ്റും കൂടെയാണ്. നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കോൺഫിഡൻറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് അഡ്വാൻസ് ലെവൽ ടെസ്റ്റ് ഒരു 15 കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സബ്മിറ്റ് ചെയ്യുക, മാർക്ക് നോക്കുക വേണ്ട, തെറ്റിപ്പോയ ചോദ്യങ്ങൾ നോക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുക, അത് വെച്ച് പഠിക്കുക. അതിനനുസരിച്ച് നമ്മൾ ടെസ്റ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കുക, റിവൈസ്ഡ് ആൻഡ് അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അടങ്ങുന്ന PYQs അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ 90 ദിവസമാണുള്ളത്. കോമ്പറ്റീഷൻ ലെവൽ ഒരു പോസ്റ്റിന് വേണ്ടി ആവറേജ് ആയി ഒരു 15 മുതൽ 18 ആൾക്കാർ വരെ ഒരു പോസ്റ്റിന് വേണ്ടി, ഒരു വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ വേക്കൻസി അല്ല, ഇത്രയും പേര് അപ്ലൈ ചെയ്ത് അത്രയും പേര് എഴുതിയില്ലെങ്കിലും വേക്കൻസി കൂടിയാലും ഏറെക്കുറെ ഇത്രയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. അതായത് 15 പേരാണ് ഒരു വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കുന്നത്. നന്നായിട്ട് പഠിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നിസ്സാരമായി കാണരുത്. നിങ്ങൾക്ക് അവിടെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം പറഞ്ഞ 90 ഡേയ്സിൻ്റെ മിന്നൽ സ്റ്റഡി പ്ലാൻ. ആ മിന്നൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് നന്നായിട്ട് പഠിച്ചു നോക്ക്. നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. അത് ഈ പറയുന്ന പോലെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചാൽ, ഇപ്പോൾ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും ഈ പറയുന്നത്. കാരണം പല കുട്ടികളും ലീവ് എടുത്ത്, അതായത് ബാക്കി ജോലിയെല്ലാം മാറ്റി വെച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിച്ച് അതിനുശേഷം റിവിഷൻ നടത്തി അതിനുശേഷം കമ്പൈൻഡ് സ്റ്റഡി, ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ നടത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പലരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ. കട്ട് ഓഫ് കുറയും. ഇതൊക്കെ നിസ്സാരമാണ് എന്ന് വിചാരിക്കരുത്, ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഇനി നിങ്ങൾ ഇത്രയും നന്നായിട്ട് പഠിച്ചു, എക്സാം സിമ്പിൾ ആണെന്ന് വിചാരിക്കും, ഇത്രയൊന്നും പഠിക്കേണ്ടതെന്ന് വിചാരിക്കും. ഇതുപോലെ തന്നെ ഇനി ഒരുപാട് IT ലെവൽ എക്സാംസ് വരാനുണ്ട്. എല്ലാ വർഷവും IT ലെവൽ എക്സാംസ് വരാറുണ്ട്, റാങ്ക് ലിസ്റ്റുകൾ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരുപാട് അവസരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക, ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. ഒരേ പ്രിപ്പറേഷൻ ടൈമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ വൃത്തിയായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 കാര്യങ്ങൾ പറയണം അല്ലേ. പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ടെസ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രദ്ധിച്ചൊരു പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സാഹചര്യത്തിനൊത്ത് ഉണ്ടാക്കുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരേ സമയമാണുള്ളത്. അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നതാണ് ടോപ്പിലെത്തും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങളെ കൊണ്ടും പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ മെനക്കെടണം, നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു കാര്യം ഓർക്കുക. ഒരു സോളിഡ് പ്രിപ്പറേഷൻ പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമിനെ മനസ്സിലാക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു വർഷം കൊണ്ട് ഗവൺമെൻറ് ജോലി നേടാം. അപ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂട്യൂബിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ KCBയിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ അത് ആ വീഡിയോ കാണാൻ പറ്റും. അതിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്, നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്ലാൻ എല്ലാം തന്നെ നമ്മുടെ പല ടോപ്പേഴ്സുമായിട്ടും, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പരീക്ഷയിൽ, IT ലെവൽ ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ, MTech ലെവൽ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ റിസൾട്ട് നമ്മുടെ കുട്ടികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഇൻ്റർവ്യൂസിൽ നിന്ന് അവരോട് നേരിട്ട് സംസാരിച്ച പല കാര്യങ്ങളും ഞാൻ ഈ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കട്ടക്കിരുന്ന് പഠിക്കുക, ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് ഇനിയുള്ള 90 ദിവസം ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിന്നൽ സ്റ്റഡി പ്ലാൻ ആയിരിക്കും. വേറെ ഒന്നും നിങ്ങളെ തളർത്താൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നമ്മുടെ റിവിഷൻ പ്ലാനുമായിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ടാവും. അതായത് ഈ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് സ്കോർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോസിൽ കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.